ഒരു ഷവർമ്മ വിൽക്കണമെങ്കിൽ പോലും നിങ്ങൾ ഇനി പറയാൻ പോകുന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് എക്കണോമിക്സിനെ കുറിച്ചാണ്. ഞാൻ ഷവർമ്മ എന്ന് മെൻഷൻ ചെയ്തത് ഞാനൊരു ഷവർമ്മ ഫാൻ ആയതുകൊണ്ട് മാത്രമല്ല. ഇന്ന് നമ്മൾ ഷവർമ്മ ഉപയോഗിച്ചിട്ടാണ് യൂണിറ്റ് എക്കണോമിക്സ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പല വീഡിയോസിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടപ്പ് ഫെയിൽ ചെയ്യുന്നതിൻ്റെ റീസൺ, അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഐഡിയയോ അല്ല, അത് ക്യാഷ് ഫ്ലോ ആണെന്നുള്ളത്. ക്യാഷ് ഫ്ലോ ഇല്ലാണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ മോശമാകുമ്പോഴാണ് ഒരു സ്റ്റാർട്ടപ്പ് ഫെയിൽ ആവുന്നത്. എന്നാൽ ക്യാഷ് ഫ്ലോനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ പല വീഡിയോയിലും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂണിറ്റ് എക്കണോമിക്സ്. അപ്പോൾ യൂണിറ്റ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പെർ യൂണിറ്റിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിനെ സൂചിപ്പിക്കുന്നതാണ് യൂണിറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇൻ്റർവെൽ ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിൽ ഒരു സ്റ്റുഡൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, അല്ലെങ്കിൽ ഊബറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു റൈഡിൻ്റെ എക്കണോമിക്സ്, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ എക്കണോമിക്സ് ആവറേജ് ലെവലിൽ. ഇനി അതല്ല, നമ്മളൊരു റെസ്റ്റോറൻ്റ് ആണ് അല്ലെങ്കിൽ ഷവർമ്മ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷവർമ്മയുടെ ബിസിനസ് അല്ലെങ്കിൽ ഒരു ഷവർമ്മയുടെ എക്കണോമിക്സ് ആണ് യൂണിറ്റ് എക്കണോമിക്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്.